ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്ക് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ അതിലേക്ക് വേണ്ടത് ദേ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ കാപ്പിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മളുടെ എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കാപ്പിപ്പൊടിയും എഗ് വൈറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ ബ്ലാക്ക് മാർക്കൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കി നോക്കാം ഇത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും നമ്മളുടെ വാസന്തി ലുക്ക് ഉണ്ടല്ലേ, വാസന്തിനേക്കാൾ കഷ്ടമായിട്ടുള്ള ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ വെച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ പാക്ക് ഇട്ടിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇങ്ങനെ ടിഷ്യൂ വെച്ച് കവർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അലിഞ്ഞു പോകണ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് അത് കവർ ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കൂടുതലായിട്ട് വരുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെ ഭാഗവും അതേപോലെ തന്നെ താടിയുടെ ഭാഗത്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കാണുന്നത്. അപ്പോൾ ആ സൈഡിൽ നമ്മൾ നന്നായിട്ട് കവർ ചെയ്യുക കേട്ടോ. ഈ ടിഷ്യൂ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ കവർ ചെയ്യുക. അങ്ങനെ ഏതോ ഒരു ജീവിയുടെ പോലെ ഉണ്ടല്ലോ, അയ്യേ സാരില്ല പോട്ടെ. അങ്ങനെ ഫുള്ളായിട്ട് ഇതാ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗും കോഫിയും കൂടി ഇട്ടുണ്ടായിരുന്ന പാക്കില്ലേ, അത് തന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും നല്ല രീതിക്ക് തന്നെ നമ്മൾ ടിഷ്യൂ കവർ ചെയ്യുന്ന രീതിയിലായിട്ട് നമ്മളുടെ ഈ പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് എനിക്ക് മൂക്കിൻ്റെ അവിടെയാണ് കേട്ടോ കുറച്ച് വൈറ്റ് ഹെഡ്സ് ഉള്ളത്. ആ സ്ഥലത്ത് ഞാൻ എന്താ പറയുക നമ്മളുടെ കോഫിയുള്ള മിക്സ് നല്ല രീതിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ എന്നോട് നീ അശോ, എനിക്ക് അതൊക്കെ ഓർമ്മയായിരുന്നു. അങ്ങനെ ഞാൻ അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ കുറച്ച് അധികം ടൈം എടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ കോഫി പൊടി ഇട്ടിട്ടുള്ള കാരണം തന്നെ അത് ഉണങ്ങാൻ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ പറയുക പീൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിത് പീൽ ചെയ്തെടുക്കണ സമയത്തുണ്ടല്ലോ എന്തോ ഒരു പെയിനായിരുന്നു എന്നറിയോ. ശരിക്കും നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പെയിനുള്ള ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ള പീൽ ഓഫ് മാസ്ക് വന്നിട്ട് നമ്മുടെ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ഇല്ലേ, ആ ഒരു മാസ്ക് ആണ് കേട്ടോ. പക്ഷെ അത് അത്ര പെയിനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് വന്നിട്ട് ഭയങ്കര പെയിനായിരുന്നു. പീൽ ഓഫ് മാസ്ക് ഇത്രയൊക്കെ പെയിൻ ഉണ്ടോ എന്നുള്ളത് എനിക്കിപ്പോൾ ഞാൻ ചില വീഡിയോസൊക്കെ കാണാറില്ലേ, നമ്മളിങ്ങനെ ഊരിയെടുക്കണ സമയത്ത് ഭയങ്കരമായിട്ട് അവർ കരയണതും അലറി പൊളിക്കണതൊക്കെ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ശരിക്കും നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ ഈ പെയിനോട് കൂടിയിട്ട് നമ്മൾ റിമൂവ് ആക്കി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ട്. നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് മൂക്കിൻ്റെ ഭാഗത്ത് വളരെ കുറച്ച് തന്നെ വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ അതിപ്പോൾ ഭയങ്കരമായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ഹെഡ്സ് തന്നെ ഇല്ല എന്ന് പറഞ്ഞ രീതിയിലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, എനിക്ക് എന്താ പറയുക, നമ്മൾ പുറമത്തെ ഈ പീൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എത്ര റിസൾട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ള ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. ശരിക്കും ആ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇങ്ങനെ റിമൂവ് ആയിട്ട് വരണത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. എനിക്ക് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ കാണാനില്ല കേട്ടോ. അത് സംഭവം ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കരമായിട്ട് നമ്മളെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഗ്ലോ ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ട് കേട്ടോ സ്കിന്നിൽ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.